മോശ ഒരു കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിജാതീയായ ഒരു സ്ത്രീയെ മോശ വിവാഹം കഴിച്ചു. മോശ മുഖാന്തരമാണ് ദൈവം ന്യായപ്രമാണം നൽകിയത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ വിജാതീയായ ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് എന്ന് മോശ മുഖാന്തരം നൽകപ്പെട്ട കൽപ്പന മോശ തന്നെ ലംഘിച്ചു. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? മോശ പറഞ്ഞ കൽപ്പന മോശ തന്നെ ലംഘിച്ചു. അവൻ കൂശിയായ യഹൂദ സ്ത്രീ അല്ലാത്ത ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, കൽപ്പന ലംഘിച്ചു. അതുകൊണ്ട് അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അവർ പറഞ്ഞു, മോശേ, നിന്റെ പരിപാടി ഇതോടെ അവസാനിക്കുകയാണ്. നമുക്കറിയത്തില്ലേ, ഈ നല്ല ശക്തമായി മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീഴ്ചയെ കാണാൻ, ഒരു ചെറുത് കാണാൻ വേണ്ടി ആൾക്കാർ സന്തോഷിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഹലോ, ശരിയാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ ശക്തമായി ഉപയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ നന്നായി അനുഗ്രഹിക്കപ്പെടുകയോ ചെയ്ത്, അതല്ലേ നിങ്ങളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ ഇടത്തും വലത്തും പ്രശ്നം വന്നിട്ടില്ലേ? ഇവിടെ ആരുമില്ലേ? വീട് വെച്ച ആരുമില്ലേ? ഉണ്ടോ? വീട് വെച്ചാൽ നിങ്ങൾ വീട് വെക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞാൽ മതി. വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ വലത്ത് അല്ലെങ്കിൽ എടുത്ത് ആരെയും പ്രശ്നം. എന്താ കാര്യം? ഒരുത്ത നന്മയുണ്ടായി എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നം വരും. ഹലോ, മോശയെ ദൈവം ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോൾ, അതിശക്തനായ ഒരു പ്രവാചകനായി മോശ അറിയപ്പെടുമ്പോൾ, മോശയുടെ ജീവിതത്തിൽ ഒരു ചെറിയ ബലഹീനത വന്നപ്പോൾ നിശ്ചയമായ തെറ്റ് തന്നെയായിരുന്നു, അത് ബലഹീനത തന്നെയായിരുന്നു. അവൻ കൂശ സ്ത്രീ വിവാഹം കഴിച്ചു. എന്നാൽ ഇത് കണ്ട ഉടനെ മോശയുടെ കുടുംബത്തിന്റെ അകത്ത് തന്നെ പ്രശ്നം തുടങ്ങി. ഹലോ, കൂടെയുണ്ടോ? അവനെതിരെ നിന്നത് പുറത്തുള്ള ആൾക്കാരായിരുന്നില്ല. അവന് വിരോധമായി സംസാരിച്ചത് അവന്റെ കുടുംബത്തിനകത്ത്, അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവർ തന്നെ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ഇനി എന്നെ കേൾക്കണം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മോശയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ തലകുനിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ചിന്തയിൽ ആ വാക്കിന്റെ മുൻപിൽ ഇസ്രായേൽ ജനത മുഴുവനും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ ഇതാ മോശ തല കുനിച്ചു നിൽക്കുന്നു. അവൻ അറിയാം, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ കുറവുള്ളവനായിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പാപം ഞാൻ ചെയ്തിരിക്കുന്നു. ആ പാപത്തിന് മുമ്പിൽ അവനെ തന്നെ തലകുനിച്ച് ഒന്നും സംസാരിക്കാൻ കഴിയാതെ എൻ്റെ മിനിസ്ട്രി അവസാനിച്ചു, എൻ്റെ ശുശ്രൂഷ ഇതോടെ അവസാനിക്കും എന്ന ചിന്തയോടെ മോശ തല കുനിഞ്ഞു നിൽക്കുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, ഉയരത്തിൽ നിന്ന് ഒരുവൻ അത് കണ്ടു. ഉയരത്തിലെ ആ വെളിച്ചം അത് കണ്ടു. മോശയുടെ തല കുനിഞ്ഞു നിൽക്കുന്നത് ഉയരത്തിലെ വെളിച്ചമായ യഹോവ കണ്ടു. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? തിരുവെഴുത്തിൽ പറയുന്ന യഹോവയാണ് എൻ്റെ വെളിച്ചം. ആ വെളിച്ചം ഉയരത്തിൽ നിന്ന് ഇതാ മോശ തല കുനിഞ്ഞു നിൽക്കുന്നത് തകർന്ന് തരിപ്പണമായി. ഇനി അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് എന്നേക്കുമായി വീഴ്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് ദൈവം പറഞ്ഞു, ആരാ അവിടെ? ആമേൻ, സ്തോത്രം. അഹരോൻ പറഞ്ഞു, കർത്താവേ, ഞാനും മിര്യാമും ഇതാ കണ്ടോ മോശ തെറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സമാഗമന കൂടാരത്തിന് മുമ്പിലോട്ട് വരാൻ പറഞ്ഞു. കേൾക്കണേ, നിങ്ങൾ ആ 12-ാമത്തെ വീട്ടിൽ പോയി ശ്രദ്ധയോടെ വായിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് മോശയും അഹരോനും മാമീശ്വത്രം മിര്യാമും സമാഗമന കൂടാരത്തിന് മുൻപിൽ വന്നു. മോശ വന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് സംസാരിച്ചത് മോശയോടല്ല, സംസാരിച്ചത് അഹരോനോടായിരുന്നു, മിര്യാമിനോടായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഭൂമിയിലെ ഏത് മനുഷ്യരോടും എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ അവരുടെ ദർശനങ്ങളോടും അല്ലെങ്കിൽ വെളിപ്പാടിലും സംസാരിക്കും. എന്നാൽ എൻ്റെ ദാസനായ മോശയോട് ഞാൻ സംസാരിച്ചത് ദർശനങ്ങളായിട്ടല്ല, ഫേസ് ടു ഫേസ്, മുഖാമുഖമായി ഞാൻ അവരോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യനും മോശയ്ക്ക് അനുകൂലമായി വാദിക്കാനില്ലാതിരിക്കുമ്പോൾ ഇതാ ഉയരത്തിൽ നിന്ന് ആ വെളിച്ചം ഇറങ്ങി വന്ന് പറയുന്നു, He is my dear one. അവൻ എൻ്റെ ദാസൻ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, അവന് വിരോധമായി സംസാരിക്കാൻ. കരമുയർത്തി വരാമേ പറ. ഞാൻ വെളിപ്പാട് നൽകുകയാണ്, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? നീ ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ്. നിങ്ങൾ ഇന്ന് ചെയ്ത ബലഹീനതകളോ ഇന്നലെ അവരുടെ ചരിത്രമോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, യു ആർ സ്പെഷ്യൽ. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ ഏത് വീഴ്ചയിൽ നിന്ന് നിനക്ക് കയറി വരാൻ, ഏത് പാപത്തിൽ നിന്ന്, ഏത് നിരാശയിൽ നിന്ന് നിനക്ക് കയറി വരാൻ അവന്റെ വെളിച്ചം നിന്റെ മേൽ ഉദിച്ചിരിക്കുകയോ.
അവന് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായില്ല. കാരണം പുറവ് മോശയുടെ ഭാഗത്താണ്. അവർക്കറിയാം ആര് വാദിച്ചാലും മോശയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആര് വാദിച്ചാലും വാദിക്കുന്ന ദൈവത്തിനെതിരെയായതുകൊണ്ട്, കൽപ്പനകൾക്കെതിരെയായതുകൊണ്ട് അവൻ മോശയെ വിടുവിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് അവർ അറിഞ്ഞിരിക്കുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നത് ഇതാ, മോശയ്ക്ക് വേണ്ടി വാദിക്കാം സാക്ഷാൽ ദൈവം, അവൻ സാക്ഷാൽ വെളിച്ചമായവൻ ആ സമാഗമന കൂടാരത്തിൽ മഹത്വമായി ഇറങ്ങി വന്ന് പറയുന്നു, അവന് വിരോധമായി സംസാരിക്കാൻ നിങ്ങൾ ശങ്കിക്കാത്തതെന്ത്? സഹോദരി സഹോദര, നിനക്ക് വേണ്ടി ആരും വാദിക്കാനില്ലല്ലേ? നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ആരുമില്ലല്ലേ? അഭിഷിക്തനെ, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ആരുമില്ലല്ലേ? വെയിറ്റ്, ഭാരപ്പെടേണ്ട. ആ ഉദയം കൊണ്ട് നമ്മെ സന്ദർശിച്ചവൻ ആ ഉദയമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. ആ വെളിച്ചമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആർപ്പിട്ട് ആ ദൈവത്തെ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നത്, ദൈവം അവനോട്, നമ്മൾ ചിന്തിക്കും ദൈവം പറയുന്നത് റമോനെ നീ ഒരു തെറ്റ് ചെയ്തല്ലേ, കുഴപ്പമില്ല ഞാൻ നിന്നോട് ക്ഷമിക്കാം എന്ന് പറയുമെന്നായിരിക്കും. പക്ഷെ അങ്ങനല്ല ദൈവം പറഞ്ഞത്. അവൻ ചെയ്ത കുറവിനെ അവൻ്റെ കൃപയാൽ ദൈവം മറച്ചു പിടിക്കുകയാണ്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ മോശേ, അതിൻ്റെ അർത്ഥം ഞാൻ മറച്ചു പിടിക്കുന്നു, ഇനി ആവർത്തിക്കരുതെന്നാണ്. ഹലോ, ഞാനതിനെ മറച്ചു പിടിക്കുന്നു, പക്ഷെ ഇനി ആവർത്തിക്കരുത്, ഇനി ആവർത്തിക്കരുത്, ഇനി ആവർത്തിക്കരുത്. ആ കുറവിന് ദൈവം മറച്ചു പിടിച്ചിട്ട് അവൻ മോശയ്ക്ക് അനുകൂലമായി ദൈവം സംസാരിക്കുകയാണ്. മോശേ, ആമീശ്വത്രം അലടി അഹരോനെ, മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ നീ ശങ്കിക്കാത്തത് എന്ത്? തിരുവെഴുത്തുകൾ പറയുന്നു, എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി നീ സന്തോഷിക്കേണ്ട. ഞാൻ വീണാലും പിന്നെയും എഴുന്നേൽക്കും. ഞാൻ വീണ് കിടക്കുന്നു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. യഹോവ എന്റെ വെളിച്ചമായിരിക്കുക, അവൻ ഉദയം കൊണ്ട് എന്നെ സന്ദർശിച്ചിരിക്കുക, ഞാൻ പിന്നെയും എഴുന്നേൽക്കും.